സൂക്ഷിച്ചു വെച്ചിട്ട് വേറെ മഴ വരുമ്പോൾ മഴ പെയ്യാൻ. ചൂട് കൂടുതലായതുകൊണ്ട് കടലിലെ വെള്ളത്തുള്ളി മേഘത്തിനകത്തോട്ട് പോയി ഒളിച്ചിരുന്നു. എന്താ വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ. ഇവിടെ എഴുത താഴെ മേഘങ്ങളിൽ ഒളിക്കാൻ. ഇവിടെ എഴുത ഇവിടെ അതിൻ്റെ താഴെ നമ്പർ 2 എഴുതിയതല്ലേ? 2 എഴുതാം. വെള്ളത്തുള്ളികൾ എന്ന് എഴുതാം. ഇതെഴുതാം. ആദ്യമേ എഴുതണം. മേഘങ്ങളിൽ ഒളിക്കാൻ ലോ ലി വിളിക്കാൻ താഴെ ഈ മേളിൽ ടീച്ചർ എഴുതിയേക്കുന്ന എഴുതേണ്ടത് കേട്ടോ. കാരണം അതാ എഴുതേണ്ടത്. അതെഴുത്. കാരണം സ്പേസ് വേണേ. എഴുതണമെങ്കിൽ ചന്ദ്രക്കല ഇടണം. ക്വസ്റ്റ്യൻ മാർക്ക്. ഉത്തരം എഴുതാം. ചൂട് ഇതല്ലേ? കൂടുതലായതു. സ്പേസ് ഇട്ട് എഴുതിക്കോ. കോടെ എന്തിയാ? കോ മൊത്തം ആയില്ലല്ലോ. ഈ ദീർഘം കൂടെ ഉണ്ടേ. കൊണ്ട് ഉണ്ട്. ഈ ഉത്തരം എഴുതുമ്പോൾ അതിൻ്റെ ഇവിടെ ഇങ്ങനെ വരയിട്ടോ കേട്ടോ. അല്ല ഉത്തരം ഏതാണെന്ന് അറിയത്തില്ല. അതിന് 3. അത് ഉത്തരത്തിൻ്റെ വരയാ. 3 എഴുതാം. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാ? വെള്ളത്തുള്ളികൾ പേടിച്ചെന്തിനാ? ഇടി വെട്ടിയപ്പോൾ. കേട്ടിട്ടുണ്ടോ? എഴുത. അവിടെ എഴുതരുത്. താഴെ എഴുത. ഈ എഴുതുന്ന മുഴുവൻ വായിക്കുന്നില്ലേ അവൻ? മുഴുവൻ വായിക്കണ്ടേ എഴുതി കഴിയുമ്പോഴേലും? കേട്ടെഴുതുന്നുള്ളല്ലോ, പറയുന്നില്ലല്ലോ. അതെ, എന്നാ കുഴപ്പം? പോലീസുകാരെ കാണിക്കാനാ? പോലീസുകാരെ കാണിക്കും. പിന്നെ പഠിപ്പിച്ചിട്ട് പഠിക്കാൻ എന്നാ ചെയ്യുന്നു? ക്വസ്റ്റ്യൻ മാർക്ക് ഇടാ. എഴുത്.
ഇത് എഴുതി തങ്ങോട്ട് ഇനി വായം പൊടിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കാതെ. ഇല്ലെന്നാ അത് എടുത്തിട്ട് ആരെ കാണിക്കാൻ? എന്നാ എടാ കുഞ്ഞേ, ചുമ്മാ പറഞ്ഞല്ലേ, പോലീസുകാർക്ക് നിന്നെ എഴുതുന്ന നോക്കാനാണോ നേരം? അത് മര്യാദ അവിടെ പറയാതൊരു കുഞ്ഞ്, ചുമ്മാ അല്ലേ. ഇത് എന്നാ ഇത്? കൊച്ചു ഓർത്തോ ശരിയാന്ന്? പോലീസുകാരെ ആരെങ്കിലും എഴുതുന്ന കണ്ട കാണിക്കുമോ? സ്കൂളിലല്ലേ കാണിക്കുന്നു. ചുമ്മാ പറഞ്ഞ സ്കൂളിലും കാണിക്കല്ലേ കേട്ടോ. കൊച്ചു എഴുതിക്ക്, എഴുത് പറഞ്ഞോണ്ട് എഴുതണം കേട്ടോ. ഇതെന്നാ ഇങ്ങനെ ഉടനെ അങ്ങോട്ട് പൊട്ടിക്കറി? ഇടി വെട്ടിയപ്പോൾ കൊച്ചു നന്നായിട്ടാണല്ലോ എഴുതുന്നേ. എനിക്കത് കണ്ട് സന്തോഷിച്ചിരിക്കുമല്ലേ. വീഡിയോ എടുത്താൽ എന്നാ കുഴപ്പം? സ്പേസ് ഇട്ടിട്ട് വീഡിയോ എടുത്താൽ സാരമില്ല കേട്ടോ. വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണോ? എനിക്ക് കാണാനല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വലുതാകുമ്പോൾ എനിക്ക് കാണാനാ എൻ്റെ കൊച്ചു പഠിക്കുന്നത്. ഇവിടെ വരയിട്ട് ഉത്തരവാന്ന് അറിയിക്കാൻ. അടുത്തത് ഒരു ലൈൻ വിട്ടിട്ട് എഴുതിക്കും അടുത്ത ചോദ്യം. ഇത്രയും തെറ്റി എഴുതിയാൽ ശരിയാകത്തില്ല. അത് ചോദ്യങ്ങളുടെ ഇടയ്ക്കിട വിട്ടോ കുഴപ്പമില്ല, എല്ലാത്തിൻ്റെ ഇടയ്ക്കിട വിടാതെ. ഇനി അടുത്ത ചോദ്യം അടുത്തത്. കൊച്ചു വലുതാകുമ്പം കൊച്ചിന് കാണാൻ വേണ്ടിയാ വീഡിയോ. കാറ്റ് ടാറ്റ കൊടുത്തല്ലേ വീഡിയോക്കകത്ത്? ഹായ്. ഇതെങ്ങനെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ടാറ്റ കൊടുക്കാം. കൊച്ചു എത്ര വയസ്സാകുമ്പോൾ എനിക്ക് കാണുന്ന അറിയാമോ? ഇത് കൊച്ചിനൊരു 18-20 വയസ്സാകുമ്പോൾ നമുക്കെടുത്ത് കാണാം കേട്ടാ. അപ്പോൾ ഹായ് ശിവശങ്കറേ, എന്നാണ്ട് വിശേഷം? നീ ഇങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയാവുന്നതെന്ന് പറ. ഹായ് ശിവശങ്കർ. അന്ന് ശിവശങ്കർ കാണുമല്ലോ. അപ്പോൾ ആ ശിവശങ്കറിനോടാ ഹായ് ശിവശങ്കറെ, കണ്ടോ നീ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചേ എന്ന് പറ. ചുമ്മാ പറ ഇതിനകത്ത്. പറഞ്ഞോ. ഹായ് ശിവശങ്കറെ, നീ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചേ കേട്ടോ. കാറ്റ് ആഞ്ഞു വീശിയ സമയം പോകുന്നു. നമുക്കത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഇങ്ങനെ എഴുതേ.